വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. നമ്മൾ ജാനുവരി 1-ാം തീയതിയിലേക്കുള്ള പുതിയ ആശയങ്ങൾ നമ്മളിലേക്ക് വരുത്താൻ, നമ്മൾ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ചെറിയ സ്റ്റെപ്പുകളിലേക്കാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ഈ ഡിസംബർ 1-ാം തീയതി തുടങ്ങി വെച്ചാൽ നമുക്ക് ജാനുവരി 1-ാം തീയതി ആകുമ്പോഴേക്കും വലിയ സ്റ്റെപ്പിലേക്ക് പോകണം എങ്കിലേ നമ്മൾക്ക് മാറാൻ പറ്റുള്ളൂ. എന്നും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾക്ക് ജീവിച്ചു പോയാൽ മതിയോ? ഒരിക്കലും പോരാ. നമ്മൾക്കൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. വേറെ ആരും വന്ന് നമ്മളെ ചേഞ്ച് ആക്കാനൊന്നും ശ്രമിക്കില്ല. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വളരെ ഈസി സ്റ്റെപ്സാണ്. നമുക്ക് ഇന്ന് 1-ാം തീയതി മുതൽ തുടങ്ങാൻ പറ്റിയ സ്റ്റെപ്സാണ്. എല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും സ്വയം മാറാൻ ശ്രമിക്കുക. ജാനുവരി 1 ആകുമ്പോഴേക്കും 2026 ഫസ്റ്റിൽ തന്നെ നമ്മൾ പുതിയൊരാളായി മാറണം. അവിടുന്ന് അങ്ങോട്ട് വലിയ സ്റ്റെപ്പുകളാണ് നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം 26-ൽ നമ്മൾ ആരായി ലാസ്റ്റ് ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ വരുമ്പോൾ ഇന്ന് 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഉറങ്ങാൻ ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ന് തുടങ്ങേണ്ട കാര്യം, നമ്മൾ പഴയ കാലങ്ങളിൽ അതുവരെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നല്ല മൊമെൻറ്റ്സ് അത് നമ്മൾ ഓർത്തെടുക്കുക. അതിലാരെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്തത് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നത് അതൊന്ന് നമ്മൾ ഓർക്കുക. അതിന് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക. ഇനി നിങ്ങൾ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രകൃതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ഈ നിമിഷം വരെ, ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വരെ, ചിലപ്പോൾ 1 മണിക്കൂർ മുമ്പ് പോലും നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ എന്തെങ്കിലും പലരുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ഫസ്റ്റ് താങ്ക്സ് പറയൂ യൂണിവേഴ്സിനോട്. ഒന്നല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ താങ്ക്സ് പറയൂ. നിങ്ങൾക്ക് യൂണിവേഴ്സും ഇല്ല, ഇനി ഭക്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാകുമല്ലോ. നിങ്ങളെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ നിങ്ങളോട് തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയൂ താങ്ക്സ് ഫോർ എവരിത്തിങ്. ഏതെല്ലാം നല്ല നിമിഷങ്ങളുണ്ടായോ അല്ലെങ്കിൽ ആരെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ഒരു നന്ദി പറയാൻ. നമുക്ക് ആ നന്ദി വാക്കിൽ നിന്ന് വേണം നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ജാനുവരി 1-ലേക്ക് 2026 ജാനുവരി 1-ലേക്ക് നമ്മൾ കയറുമ്പോഴേക്കും ഈ ഒരു മാസം രാത്രി 1 നമ്മൾ മൊബൈൽ മാറ്റി വെച്ച് തുടങ്ങേണ്ടത് ഓരോരുത്തർക്കും നമ്മളെ ജീവിതത്തിൽ നന്മകൾ ചെയ്ത അല്ല നല്ല സന്ദർഭങ്ങൾ ഉണ്ടായ, അത് ഏതൊരു സന്ദർഭത്തിൻ്റെ പിന്നാലെയും ഒരാളുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. തീർച്ചയായും ഉണ്ടാവും. ആ ഒരാൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങും. എല്ലാം ശരിയാവും. എല്ലാം നന്മയിലേക്ക് മാത്രമേ വരുള്ളൂ എന്ന് 100% ഉറപ്പുണ്ട്. അടുത്തത് രണ്ടാമത്തതായിട്ട്, ഇത് പ്രത്യേകിച്ചും ജെൻസിനുള്ളതാണ് കേട്ടോ. ജെൻസ് എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. എന്നാൽ അവർക്ക് വേണ്ടി നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. തീർച്ചയായും കേട്ടോ. നല്ലൊരു കാര്യമല്ലേ? നല്ലൊരു കാര്യം ചെയ്യൂ. നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ എത്രയൊക്കെ ആരെയെല്ലാം ഒരുപാട് പൈസ കൊടുത്ത് സഹായിക്കണം എന്നില്ല. ഇതൊരു സഹായമാണ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ മതി മറ്റുള്ളവരുടെ ലൈഫ് മാറാൻ അല്ലേ? അങ്ങനെ എത്രയോ വീഡിയോസ് നമ്മളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മളതൊക്കെ പരീക്ഷിച്ചിട്ടുമുണ്ട് അല്ലേ? അങ്ങനെ ഒരു പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെൻസിലെ മിക്കവരും സ്മോക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അല്പം വീശുന്നവരായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നിപ്പോൾ എന്താ സംഭവിച്ചതൊക്കെ ഇന്ന് സംഭവിച്ചു. അതായത് ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം, കുറച്ച് കുടിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ മുതൽ നിങ്ങൾ ഡെയിലി ഒരു 10 സിഗരറ്റാണ് വലിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിലും നാളെ കുറയ്ക്കാൻ നോക്കൂ. നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കാണ് പ്രയോജനം. പൈസ ലാഭം.
നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾക്ക് നല്ലത്. ഒരു സിഗരറ്റെങ്കിലും നാളെ കുറയ്ക്കാൻ നോക്കുക. ഒരാഴ്ചത്തേക്ക് ഒരു സിഗരറ്റ്. നമുക്ക് അടുത്ത ആഴ്ച അത് 2 മാറ്റാം. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. അത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. പല ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നേക്കാം. ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? അതേസമയം എനിക്ക് ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല. 1 പെക്കോ 2 പെക്കോ 3 പെക്കൊക്കെ കഴിക്കുന്നവരുണ്ടാവുമോ എന്തോ എനിക്കറിയില്ല. പോട്ടെ, ഒരു 3 പെഗ് കഴിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 1 പെക്ക് കുറയ്ക്കും. നാളെ മുതൽ 2 പെക്കാക്കും. ഒരാഴ്ച 2 പെക്കിൽ. എനിക്കറിയില്ല കേട്ടോ ഭഗവാനെ. ഞാൻ വിചാരിക്കണം ഇതൊക്കെ ആയിരിക്കുന്നു. ഞാൻ സിനിമയിലൊക്കെയാണ് കണ്ടിരിക്കണത്. 3 പെഗ് 4 പെഗ് അങ്ങനെയൊക്കെ കഴിക്കുക. അങ്ങനെ കഴിക്കുമെന്നോ എനിക്കറിയില്ല. എന്നിരുന്നാലും നിങ്ങൾ ഡെയിലി എത്ര കഴിക്കുന്നുണ്ടോ അത് 2 ആണോ 3 ആണോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 കുറയ്ക്കുമോ ഒരാഴ്ചത്തേക്ക്. നിങ്ങളെ കൊണ്ട് ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറയുന്നില്ല. ഒരു മാറ്റം നിങ്ങൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് പുതിയൊരാളാവാം 2026 നമുക്ക് കുറച്ചെങ്കിലും നമ്മളെ മാറ്റാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനി ഇത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ബാധകമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ടോട്ടൽ അപ്പിയറൻസിൽ ഒരു ചെറിയ ചേഞ്ച്. വലിയ ചേഞ്ച് ആണെങ്കിൽ വലിയ ചേഞ്ച്. ഇത്രയും നാൾ നിങ്ങൾ ഈ 2025 നവംബർ 31 ഉണ്ടോ 30th വരെ നടന്ന ആളല്ല നിങ്ങൾ നാളെ മുതൽ പറ്റുന്നെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരു മാറ്റം വരുത്തുക. ഏറ്റവും മാറ്റം വരുത്താൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ കട്ടിംഗ് ആണ്. ഹെയർ സ്റ്റൈലിൽ നല്ലൊരു ഹെയർ കട്ടിങ് സെലക്ട് ചെയ്യുക. നല്ലൊരു ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്യുക. അത് ലേഡീസ് ആണെങ്കിലും ശരി ജെൻസ് ആയാലും ശരി, നല്ല ഹെയർ കട്ട്, നിങ്ങളുടെ ഫേസിന് യോജിച്ച ഒരു ഹെയർ കട്ട്. ഇപ്പോൾ അവരോട് ബ്യൂട്ടി സലൂണിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതൊന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അപ്പിയറൻസ് മാറുമ്പോൾ തന്നെ ഒരു സ്മാർട്ട് ലുക്ക്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ആ ഒരു സ്മാർട്ട് ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയോ, ഞാൻ മാറിയല്ലോ, ഭയങ്കര സന്തോഷമായിരിക്കും. അതൊക്കെ ഒന്ന് അനുഭവിച്ച് നിങ്ങൾ നോക്കണം. അത് ലേഡീസ് ആണെങ്കിലും വളരെ എണ്ണമയമുള്ള എണ്ണമയമുള്ള ആ മുടിയൊക്കെ മാറ്റി നല്ല വൃത്തിയായി ഷാമ്പു ഇട്ട് കഴുകി ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്ത് ഐബ്രോ ഒക്കെ ചെയ്ത്, ഐബ്രോ ചെയ്യാത്തവരാണെങ്കിൽ, ഐബ്രോ ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല, അവരെന്തായാലും ന്യൂ ഇയർ ആയിട്ട് അത് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ചെയ്യാത്തവർ അതൊന്ന് ട്രൈ ചെയ്തു. നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. ഇനി ഡ്രസ്സിങ്ങിലാണെങ്കിലും നിങ്ങളെന്നും സാരി ഉടുത്ത് നടക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളൊന്ന് ഒരു ചുരിദാറിലേക്ക് മാറും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ എടുത്ത ബഡ്ജറ്റൊന്നും ഒരു പ്രശ്നമല്ലാത്തവർക്കാണെങ്കിൽ ഓക്കെ, അത് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ സാരിയിൽ നിന്ന് മാറും. പക്ഷേ സാരി നല്ല ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഒരു അപ്പിയറൻസ് ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളിത് ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ എല്ലാ ഡ്രസ്സും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് മാറ്റും. അപ്പോൾ നമുക്കറിയാം, ചിലവർ പറയും നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ വീണ്ടും നമ്മൾ അത് തന്നെ വെയർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഡ്രസ്സിങ്ങിൽ, ഹെയർ സ്റ്റൈലിൽ, പിന്നെ ചെരുപ്പിലെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്, കംഫർട്ടായ ഒരു ബ്രാൻഡ് നിങ്ങൾ ഇട്ട് നോക്ക്. നാളെ മുതൽ തന്നെ ഹൈ ഹീൽ ഇടാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പേടി കൊണ്ടായിരിക്കും. നിങ്ങളൊരു ഹൈ ഹീൽ വാങ്ങി ഒരാഴ്ച വീട്ടിനകത്ത് നടന്നു നോക്ക്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റോട്ടിലും എല്ലാം ആരെങ്കിലുമൊക്കെ കളിയാക്കുകയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇവരെയൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നാൽ നമ്മളുടെ ജീവിതം കട്ട പുകയാകും. ജീവിതം ആസ്വദിക്കേണ്ടത് നമ്മളാണ്, അവരല്ല. നമ്മളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ആസ്വദിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മറ്റുള്ളവർക്ക് അതിൽ ഒരു സ്ഥാനമില്ല. പിന്നെ വീട്ടിലുള്ളവർ ചിലവ് തരുന്ന ഭർത്താവ്, അമ്മ, അച്ഛനൊക്കെ ഒരുവിധം പറഞ്ഞാൽ നമ്മളത് കേൾക്കണം. അവരുടെ സന്തോഷം കൂടിയാണല്ലോ. പിന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരത് സമ്മതിക്കും തീർച്ചയായിട്ടും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് തുടങ്ങാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റെപ്സുമായിട്ട് ഞാൻ വരും. അപ്പോഴേക്കും നിങ്ങൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം.
അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങളിത് ചെയ്തിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്, പലർക്കും ഉറക്കമില്ലാത്തവരാണ്. ഉറക്കമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇത് നിങ്ങളുടെ ഉറക്കം മാത്രമല്ല, നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും എല്ലാം കിട്ടുന്ന കാര്യമാണ്. എല്ലാം കഴിഞ്ഞു നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകണം. ഉറക്കം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് വെറുതെ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോകും. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറങ്ങുന്നത് വരെ നിങ്ങൾ കണ്ണ് തുറന്ന് തന്നെ നിങ്ങളുടെ ഈ മൂക്കിലേക്ക് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. കാരണം അതിൽ ശ്രദ്ധിച്ചു പറഞ്ഞാൽ അനാവശ്യ ചിന്തകളൊന്നും ആ സമയത്ത് വരില്ല. കാരണം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നല്ല ചിന്തകളാണെങ്കിലും മോശമായ ചിന്തകളാണെങ്കിലും അത് നമ്മളുടെ ഉറക്കത്തിനെ ബാധിക്കും. പക്ഷെ ഇതാവുമ്പോൾ അവിടെ നമുക്ക് ചിന്തകളും ഉണ്ടാവില്ല. ഈ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ചിലവർ കുറച്ച് തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ണ് തുറന്ന് തന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. ചിലവർ അറിയാതെ കണ്ണടിച്ചു പോകും. ഒരു 150 പേരും അറിയാതെ കണ്ണടിച്ചു പോകുന്നുള്ളത് നല്ല ഉറപ്പാണ്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴാണ് ഉറങ്ങുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഉറങ്ങിപ്പോയതേ അറിയില്ല. ഒരു 10 മിനിറ്റ് പോലും ഞാൻ എടുക്കില്ല ഉറങ്ങാൻ. അത് കഴിഞ്ഞിട്ടും ഉറങ്ങാത്തവർ കണ്ണടച്ചുകൊണ്ട് ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തുമാത്രം കാമാകുമറിയോ നമ്മുടെ മനസ്സ്. നമ്മളുടെ എല്ലാ ടെൻഷനും പോവും. നമുക്ക് ഒരു ചിന്തകളും ഇല്ല. അപ്പം അറിയാം നിങ്ങൾക്ക് ഈ കാണുന്ന സുഖങ്ങളൊന്നുമല്ല. അതായത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതോ നമ്മൾ നല്ല ഡ്രസ്സുകൾ കഴിക്കുക, അതൊക്കെ സുഖമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മൾ ചിന്തകളൊന്നും ഇല്ലാതെ സ്വസ്ഥമായി സമാധാനമായി ആത്മാവിൽ മാത്രം ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ നിമിഷങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു ടെൻഷനും ഉണ്ടല്ലോ. ഏറ്റവും വലിയ സുഖം ഇതാണെന്ന് നിങ്ങൾ താമസിയാതെ മനസ്സിലാക്കും. അതിന് പ്രാക്ടീസാണ് വേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് തന്നെ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വിടൂ. ഒരു മിനിറ്റ് ശ്രമിച്ചു, ശരി, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, വിട്ടു. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് അങ്ങനെ പടിയായിട്ട് മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വിടില്ല ഇത്. കാരണം എന്താണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. നമ്മൾ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുന്നതോ ടൂറ് പോകുന്നതോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്നതോ ഇതൊന്നുമല്ല സന്തോഷം. ഈ സന്തോഷം അനുഭവിക്കുന്നത്, സ്ഥായിയായ സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് നമ്മൾക്ക് യാതൊരു ചിന്തകളും ഇല്ലാതെ എപ്പോഴൊക്കെ പകലാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഓഫീസിലിരിക്കുമ്പോഴായാലും ശരി, അല്ലെങ്കിൽ TV കാണുമ്പോഴായാലും ശരി, ഒരു 2 മിനിറ്റെങ്കിലും കണ്ണടച്ച് നമ്മൾ ആ ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ബാക്കി നമുക്ക് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ